ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വനവിസ്തൃതി ഏറ്റവും കൂടിയ ജില്ല. ഓപ്ഷൻസ് ഇടുക്കി, കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇടുക്കിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വയനാടാണ്. അപ്പോൾ വനവിസ്തൃതി കൂടിയ ജില്ല ചോദിച്ചാൽ ഇടുക്കിയും, ശതമാനാടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ചോദിച്ചാൽ അത് വയനാടുമാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ റിസർവ് വനം. ഓപ്ഷൻസ് കോന്നി, റാന്നി, വിയാപുരം, അഗസ്ത്യവനം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കോന്നിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻസ് പീച്ചി, അരിപ്പ, വഴുതക്കാട്, കോട്ടയം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അരിപ്പ. തിരുവനന്തപുരം അരിപ്പയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് അക്കാദമി അല്ലെങ്കിൽ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കോട്ടയം, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വഴുതക്കാട്, കേരള ഫോറസ്റ്റ് അക്കാദമി കൊയിലാണ്ടി. അപ്പോൾ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളതിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് കേരള ഫോറസ്റ്റ് അക്കാദമിയാണ്. അതായത് കേരള ഫോറസ്റ്റ് അക്കാദമി എവിടെയാണ്? തിരുവനന്തപുരം അരിപ്പയിലാണ്. അത് കൊയിലാണ്ടി എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ കറക്റ്റ് ഇവിടുത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല. ഓപ്ഷൻസ് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കണ്ണൂരാണ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പൂയംകുട്ടി വനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻസ് മലപ്പുറം, ആലപ്പുഴ, വയനാട്, എറണാകുളം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, എറണാകുളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻസ് 1970, 1975, 1957, 1990. കറക്റ്റ് ആൻസർ വരുന്നത് 1975 ആണ്. അടുത്തത് തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ്. കേരള വന നിയമം 1961 നിലവിൽ വന്നത്. കേരള വൃക്ഷ സംരക്ഷണ നിയമം 1986 വന്നത്. കേരള വനവൽക്കരണ പദ്ധതി 1998. അതേപോലെ തിരുവിതാംകൂർ വന നിയമം 1880 എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ തിരുവിതാംകൂർ വന നിയമം നിലവിൽ വന്നത് 1887. സോ ഇവിടെ തന്നിട്ടുള്ള തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്നാണ്. ഓപ്ഷൻസ് ഇടുക്കി, മലപ്പുറം, കൊല്ലം, തിരുവനന്തപുരം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മലപ്പുറമാണ്. കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വെച്ചു പിടിപ്പിച്ച ലോകത്തിലെ പ്രായം ചെന്ന തേക്കിൻ തോട്ടമാണ് കേട്ടോ. അതുകൂടി ഒന്ന് ഓർമ്മയിൽ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ കാവുകളുള്ള കേരളത്തിലെ ജില്ല ഏതെന്നാണ്. ഓപ്ഷൻസ് ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ കാവുകളുള്ള കേരളത്തിലെ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഫോറസ്റ്റ് ഡിവിഷനുകളുടെ എണ്ണമാണ്. PSC പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 36. അടുത്ത ക്വസ്റ്റ്യൻ, കണ്ടൽക്കാട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ, പത്തനംതിട്ട, കോഴിക്കോട്, മലപ്പുറം. കറക്റ്റ് ആൻസർ ഏതാണ്? കോഴിക്കോടാണ്. കോഴിക്കോട്ടിലെ കൊയിലാണ്ടിയിലാണ് കണ്ടൽക്കാട് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ലോക വനദിനം. ഓപ്ഷൻസ് മാർച്ച് 18, മാർച്ച് 20, ഏപ്രിൽ 24, ഏപ്രിൽ 22. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മാർച്ച് 20. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ ഇതാണ്, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരാണ്. സോ ഇതിൽ തന്നിട്ടുള്ള തെറ്റായ പ്രസ്താവന എ ആണ്. ബാക്കി നമുക്ക് നോക്കാം. ബാക്കി എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ബി ഓപ്ഷൻ ഇതാണ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച മരമാണ് നിലമ്പൂർ തേക്ക്. ഓർത്തു വെച്ചേക്കുക. അതേപോലെ വനവൃക്ഷങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ്. ഓപ്ഷൻ ഡി നോക്കാം, മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. അപ്പോൾ അത്രയും പോയിന്റ്സും കൂടെ ബാക്കിയൊന്ന് ഓർത്തു വെച്ചേക്കുക. സോ 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.